There's someone to save me. I can't find myself. I'm totally lost. ഓക്കെ ഗൈസ്, ഇന്ന് ഞാൻ കളിക്കാൻ പോവാണ് ഗ്രാൻഡ് ചാപ്റ്റർ 1. ഇന്ന് പറ്റുമെങ്കിൽ നമുക്ക് ഒരു 3 എസ്കേപ്പിൽ ഒരു എസ്കേപ്പ് എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സിവിൽ എസ്കേപ്പിന് സാധനങ്ങളൊക്കെ, പക്ഷെ എനിക്ക് ദിവസപ്പോഴൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം എങ്ങനെ പറ്റണം. സോ വീഡിയോയിലൊക്കെ കിടക്കുന്ന മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാം. ഓക്കെ, ലോഡായിട്ടുണ്ട്. ഡേ 1. ഓക്കെ, ഡേ 1 ആണ് ഗൈസ്. അപ്പം നമുക്ക് മാക്സിമം ടാറ്റിക്കലായിട്ട് ചാവാണ്ട് നോക്കണം. എക്സാമ്പിൾ ഗെയിം പ്ലെയറൊക്കെ ചെയ്യുന്നത് ഇതുപോലെ ടാറ്റിക്കലായിട്ടൊന്ന് മാക്സിമം ചാവാണ്ട് എങ്കിലും നോക്കണം. ഇനി എവിടെ നിന്നാണ് വരുവാന്ന് എല്ലാ സൈഡും നോക്കുക. ഇനി വേഗം പോവാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കാറിൻ്റെ ഗ്യാരേജ്. അയ്യോ, ഇവിടെ സൗണ്ട് ഉണ്ട്. ഏത് കഷ്ടം. നമുക്ക് ഇവിടെ സൗണ്ട് വേഗം കറക്കി ഹൈഡ് ചെയ്യാം. പിന്നെ എന്നോട് റാനിൻ്റെ ഒക്കെ കളി നോർമൽ ലെവലായതുകൊണ്ട് തള്ളക്ക് കുറച്ച് സ്പീഡുണ്ട്. അതൊന്നും പ്രശ്നമില്ല. നമ്മൾ പുഷ്പം പോലെ എടുത്തു. എന്തോ തള്ള മുടയാണ് അവിടെ കിടക്കുക. ഞാൻ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒരു പാട്ട് കിച്ചൺ ഉണ്ട്, അതെടുക്കാം. എന്നിട്ട് മറ്റൊരു പാട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫസ്റ്റ് മാറ്റാം. അഥവാ ഗ്രാനി വരുവാണെങ്കിൽ ഹൈഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്കത് ഹൈഡ് ചെയ്യാം. ഇത് ഹൈഡിങ്ങിന് ബെസ്റ്റ് സ്ഥലം ഈ ചാപ്റ്റർ 1 കേട്ടോ. ഓക്കെ, നമുക്ക് സെക്കൻഡ് പാർട്ട് കിട്ടി. ഇനി തേർഡ് പാർട്ട് എവിടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് ഇത് കൊണ്ടുപോയി വെച്ചിട്ട് ചെയ്യാം. യെസ്, ലെറ്റ്സ് ഗോ. 1 മിനിറ്റാണ് നമുക്ക് തന്ന സമയം. 1 മിനിറ്റിനുള്ളിൽ എങ്ങനെയെങ്കിലും ചെയ്ത് ഇത് വെക്കണം. ഇത് വേഗം 1 മിനിറ്റ്. ഇതുള്ള 1 മിനിറ്റ്. തള്ള ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, തള്ള ഡിസ്പോയി. നമുക്ക് തള്ള എണീക്കുന്നതിന് മുമ്പ് നമുക്ക് 3ാമത്തെ പാട്ടും കൂടെ ഫിറ്റ് ചെയ്തിട്ട് വരാം. എങ്ങനെ അഥവാ ഈ നമ്മൾ ട്രാങ്കുലേസറും ക്രോസ് ബോ വെച്ച് വെടിവെക്കുവാണെങ്കിൽ ഷോർട്ട് ഗൺ വെച്ച് വെക്കുകയാണെങ്കിൽ ആകെ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ ഗൈസ്. കാരണം ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ക്രോസ് ബോയും ട്രാങ്കുലേസറും വെച്ച് അത് വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കിളവി 1 മിനിറ്റത്തേക്ക് ബട്ട് ഈ ഷോർട്ട് ഗൺ ആണെങ്കിൽ ഒരു 1 മിനിറ്റ് ആൻഡ് 30 സെക്കൻഡ്സ് വരെ നമുക്ക് ടൈം കിട്ടും. അതാണ് ഡിഫറൻസ്. മുമ്പ് ഇത് ട്രാങ്കുലേസർ വെച്ച് ഷൂട്ട് ചെയ്താൽ 2 മിനിറ്റും ഇത് കൊണ്ട് 2.5 മിനിറ്റും. അതാണ് പ്രശ്നം. ഇപ്പം എന്തോ അത് മാറ്റിയതാണ്. നമുക്ക് തള്ള എണീച്ചിട്ടുണ്ടെങ്കിൽ തള്ളേനെ നിന്ന് പൂശിട്ട് പോകും. നമ്മുടെ മാസ്റ്റർ പറയുന്നത് നമ്മളെ തള്ളക്ക് പരിപ്പുവടയും ചായയും കൊടുക്കുക. തള്ള പരിപ്പുവടയും ചായയും വേണോ? എന്നാ പിടിച്ചാ ഭാരത് മാതാ കിജേ. എൻ്റെ അടുത്തേക്ക് എത്തിയതാണ്. ജസ്റ്റ് മിസ്സിനാണ്. തള്ള എന്തായാലും അവിടെ കിടക്കട്ടെ. ഇനി ആ കാക്കേനെ കൊല്ലണം. കാക്കേനെ കൊന്നിട്ട് താഴത്തെ റൂം തുറക്കണം. പിന്നെ സ്ക്രൂ ഡ്രൈവർ ഈ ഗണ്ണ് വെച്ചെന്നൊക്കെ പരിപാടിയല്ലേ. അതെ, നമുക്ക് കാക്കേനെ കൊല്ലാം. ഇവിടെ നിന്ന് റിമോട്ട് കൺട്രോൾ കിട്ടും. റിമോട്ട് കൺട്രോൾ വെച്ച് അത് തുറക്കുവാണെങ്കിൽ നമുക്ക് ഇത് കിട്ടും. എന്ത് മറ്റേ ചെയിൻ കട്ടർ വെച്ചിട്ട് കട്ടർ കിട്ടും. പിന്നെ ആ താഴത്തെ റൂം തുറക്കുവാണെങ്കിൽ നമുക്ക് വുഡൻ സ്റ്റിക്ക് കിട്ടും. പിന്നെ വുഡൻ
ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് തുറക്കുകയാണെങ്കിൽ നമ്മൾ റെസ്റ്റിപ്പല്ലോ. ഗുഡ്. അത് വെച്ച് നമുക്ക് സീവറിൽ പോയി അത് തുറന്നാൽ നമുക്ക് സീവർ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇനി താഴത്തെ റൂം പോയി എനിക്ക് തുറക്കാം. അല്ല, സ്ക്രൂ ഡ്രൈവർ ഒന്ന് എത്തിയിട്ട് പോവാം. എനിക്കും കുറച്ചുകൂടി നല്ലത് 1.5 മിനിറ്റിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്ത് തുടങ്ങണം. ഇതിനെ ഡയറക്ഷൻ കുറച്ചുകൂടി കിട്ടുന്നത് ഇവിടെ ഒന്ന് ഷേർട്ട് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്കിത് നടക്കാം. ഇങ്ങോട്ട് നമുക്ക് താഴത്തെ റൂം ഇവിടെ തുറന്നിട്ട് വരാം. എന്നിട്ട് നമുക്കൊന്ന് ഗണ്ണൊന്ന് റീലോഡാക്കാം. ഇവിടെ ഉടൻ ചിക്കൻ ഉണ്ടാവും. ഇനി വേഗം പോയിട്ട് മറ്റേ ഉണ്ടാകും. അയ്യോ, തള്ള 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 ജസ്റ്റ് മിസ്സിങ്. ഇതുവഴി നൈസായിട്ട് പോയിട്ട് നിറച്ചിട്ട് നമുക്ക് വേഗം താഴെ പോയിട്ട് തള്ളേനൊന്നും കൂടെ തള്ളേ. അയ്യോ, എൻ്റെ കണ്ണ് ഗ്ലിച്ചടിച്ചത് പോകരുത്. കാരണം ചിലപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്. കുറച്ചടുത്ത് വേണം. അപ്പം അങ്ങ് വെടി വെക്കും. എങ്ങനെയുണ്ട് ഗൈസ് മൈ ടാക്ടിക്കൽ? ഒരു ഇവിടെ നിന്ന് തള്ള മാറിക്കിടക്ക. എനിക്ക് ഇങ്ങോട്ട് പോകണം. തള്ള മാറിക്കിടക്കാം അങ്ങോട്ട്. മാറിക്കിടക്ക. എൻ്റെ അതിൻ്റെ പകുതി സമയം തള്ള ഇതിനകത്തൊന്നും ചെക്ക് ചെയ്തില്ല. ഇതിനകത്തൊന്നിനെ നമുക്ക് സീവർ എസ്കേപ്പ് തന്നെ ചെയ്യാം. 1 മിനിറ്റ്. ഒന്നാമത്തെ വെട്ടിയിരിക്കണം തുറക്കണം. ഓക്കെ, ചിലപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ നമുക്കതും നമുക്ക് ഗണ്ണ് ഇവിടെ ഇട്ടിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് സീവറിൻ്റെ അകത്തൊരു പണിയുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അത് സ്ക്രൂ ഡ്രൈവർ എന്നാൽ റെസ്റ്റി പെട്ടി കിട്ടി. ഇനി നമുക്ക് ഇവിടെ റിമോട്ട് കൺട്രോൾ എടുത്തിട്ട് വരാം. എന്നിട്ട് അത് തുറക്കാം. എന്നിട്ട് ചെയിൻ കട്ടർ പിന്നെ ഒരു ഗ്ലിച്ച് ഉണ്ട്. നമുക്ക് ഗ്രാനി എണീക്കുകയാണെങ്കിൽ ആ ഗ്ലിച്ച് നമുക്ക് ട്രൈ ചെയ്ത് ഓക്കെ. നമ്മൾ ചെയിൻ കട്ടർ വേണ്ടി പെപ്പർ സ്പ്രേ എടുത്തിട്ട് താഴെ കൊണ്ടുപോയി ഇടാം. ഷോട്ട് ഗൺ കൈ പിടിക്കാം. യെസ്. സോ ഇതിനെടുത്തിട്ട് ഇവിടെ സെറ്റ്. ഗ്ലിച്ച് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല കേട്ടോ. ഇത് വേറെയാണ്. ഒരു പൊട്ടിത്തെറി. ഒരു സെക്കൻഡ് എന്തോ ഒരു ഷൈൻ ചെയ്തത് വരുത്തും. ശരിക്കും ഗ്ലിച്ച് ഇതല്ല കേട്ടോ. ഞാൻ വേറെയാണ് ഉദ്ദേശിച്ചത്. അയ്യോ, ബുക്ക് കൊണ്ടുപോയി പഠിപ്പിക്കാൻ കൊടുക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. എന്തല്ലേ, ഞാനത് പെട്ടെന്ന് വിട്ടുപോയി. നമുക്ക് ഏഞ്ചലിനെ കൊടുത്താൽ ഏഞ്ചലിനെ സ്പൈഡർക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യും. ആ ടൈമിലൊക്കെ നമ്മുടെ വുഡൻ സ്റ്റിക്ക് താഴെ നടത്തിയിട്ട് വരാം. ഇവിടെ ഇടാം. ഇനി നമുക്ക് വുഡൻ സ്റ്റിക്ക് എടുത്തിട്ട് ഇവിടെ സ്പാർക്ക് പ്ലഗ്. Where is my wooden stick? ഓക്കെ, ഇത് തുറന്നിട്ട് വുഡൻ സ്റ്റിക്ക് എടുക്കാം.
നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമുക്ക് എസ്കേപ്പിന് സാധനങ്ങൾ ചെയിൻ കട്ടറിന് മേലെ, അതുകൊണ്ട് പ്രശ്നമില്ല. എസ്കേപ്പിനുള്ള എല്ലാ ഇവിടെ കൊണ്ടുപോയില്ല. ഓ, തള്ള വന്നു. പക്ഷേ ഗ്ലിച്ച് പറ്റുമെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ ചുമ്മാ അതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരും. എഞ്ചിനിനെ സ്പൈഡർക്ക് ഡ്രോപ്പ് ചെയ്തിട്ടെങ്കിൽ നമുക്കത് വെച്ച് ബാക്കിയുള്ള പണിക്ക്. ഓ, ഇവിടെ രണ്ടാണ്. സ്പൈഡർ കിട്ടി. ഇനി നമുക്ക് എസ്കേപ്പിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അവിടെ ഇടാം. എന്നിട്ട് നമുക്ക് താഴെ പോകാം. അത് തുറന്നു. ഇനി നമുക്ക് ചെയിൻ കട്ടർ എടുത്തിട്ട് ഇടാം. ഞാൻ താഴെ പോകുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് അതെടുത്ത് താഴെ പോലെ. ഇനി നമുക്ക് വുഡൻ സ്റ്റിക്കും കൂടെ എടുത്തിട്ട് താഴെ ഇടാം. ഓക്കെ, അതും പോയിട്ടുണ്ട്. റസ്റ്റി വെള്ളം എടുത്തിട്ട് അതും നമുക്കങ്ങ് താഴെ ഇട്ടേക്കാം. തോക്ക് കൈ പിടിക്കും. പെപ്പർ സ്പ്രേ എടുത്തിട്ട് എന്തോ സൗണ്ട് കേട്ട് ഇതെങ്ങനെ അടിച്ച്? എന്തായാലും എന്നെ അടിച്ചതല്ലേ, ഇതിന് ഞാൻ ഒട്ട് കൊടുക്കില്ല. ഡേ 12 ആയിട്ടുള്ളൂ. നമുക്ക് ഇനി ദിവസമുണ്ട്. എന്നാലും അധികം ദിവസമൊന്നുമില്ല. നമുക്ക് എന്തായാലും എന്നെ അടിച്ച് ഞാൻ അപ്പോഴൊക്കെ കുനിഞ്ഞതല്ലേ. ടാറ്റിക്കലായിട്ട് പറ്റില്ല ഗൈസ്. മൈ മിസ്റ്റേക്ക്. കൊണ്ടുപോയി വിട്ടോ. അയ്യോ, ഇതെവിടെ നിന്നാ തള്ള വന്നേ? ഇതാണ് തള്ള. ഇത് ഇവിടെ നിന്ന് വന്നു. ഇനി നമുക്ക് നൈസായിട്ട് ആ സൈഡിലൂടെ ഇനി എന്താണ് സീവർ എസ്കേപ്പിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ തള്ളേനൊന്ന് പൂശിട്ട് പോകണം. ഓക്കെ തള്ള, കമോൺ. പെപ്പർ സ്പ്രേയും കൂടെ കയ്യിലെടുക്കാം. ഇപ്പം മാറ്റിയിട്ട് സൗണ്ട് ഉണ്ടാക്കാം. 2 സൗണ്ട്. പിന്നെ മാറിക്കിടക്ക് തള്ള ഇങ്ങോട്ട്. ഗണ്ണൊന്ന് റീലോഡ് ചെയ്തേക്കാൻ. ഗൺ റീലോഡ്. ഇനി നമുക്ക് സീവറിൻ്റെ അകത്ത് ഞാൻ ഈ ഗണ്ണെടുക്കുന്നില്ല.
ഗണ്ണ് ഇവിടെ ഇട്ടിട്ട് ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. നമുക്ക് ഇപ്പോൾ സാധനങ്ങൾ എടുത്ത് താഴെ ഇത് നമുക്കിവിടെ എന്തൊക്കെ എന്താ പോവാത്തേ? പോയിക്കോ. ബാക്കി മറ്റേ കോൺവീലോടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മൾ ബാക്കി കളികളുള്ളത്. സ്പൈഡർ മാമി ഒന്നാണ് പേടിപ്പിച്ചിട്ട് പോകും. ഞാൻ പേടിച്ചില്ല. നമുക്കിതാ ഇവിടെ എല്ലാം ഡ്രോപ്പ് ചെയ്യും ചില കാരണം അതാന്നല്ല, അല്ലെങ്കിൽ എനിക്ക് മെയ്സ് പോലെ ആയിട്ട് എനിക്കിവിടെ കൺഫ്യൂഷൻ. ഇത് നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. റസ്റ്റി പാഡ്ലോക്ക് എടുത്തിട്ട് അവിടെ അതായിരിക്കും നല്ലത്. ഇഷ്ടം തന്നെ അവിടെ പാത്തും പതിഞ്ഞ് അവിടെ നിന്നതാണ്. ഇതെല്ലാം ഉണ്ടായേ എനിക്ക് എങ്ങനെയെങ്കിലും അതിനോട് ചാവാണ്ട് നോക്കണം. ഇപ്പൊ സ്പ്രേ ആണ്. ഓക്കെ, ആ എഞ്ചിനോ അവിടെ ഉണ്ട്. പാത്തും പതിഞ്ഞോളാം നന്നതാണ്. അമ്മേ, ഓ ഇതായിരുന്നല്ലേ.
നമുക്ക് മേലെ പോയിട്ട് എൻ്റെ പെട്ടി തുറക്കാം. ഇന്ത്യയിൽ ഞാൻ പോകാത്തോണ്ട് എനിക്കത് ഇതില്ല. പിടിച്ചു ലാസ്റ്റ് ഡേ നമുക്ക് ഓടിക്കുക കണ്ടം വയു വിട്ടോ. അമ്മേ ഇത് ഞാൻ കണ്ടില്ല. ഔട്ടായി. ഉഗ്രാണി നമ്മളെ വിട്ടിട്ട് കൊല്ലാൻ പോവാ. ഓക്കെ, അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ എപ്പോഴാണ് ബൈ.